വേണ്ട, നമ്മുടെ മഞ്ഞൊന്നും ഉരുക്കി തീർന്നിട്ടില്ല കേട്ടോ. ശനിയാഴ്ച രാത്രി പെയ്തു തുടങ്ങിയതാ. പിന്നെ ഞായറാഴ്ച മാത്രമേ മഞ്ഞ് പെയ്തോളൂ. പിന്നെ ഇത് ടെമ്പറേച്ചർ കൂടാത്താണ് ഇപ്പോഴും നിൽക്കുകയാണേ. അപ്പോൾ ഈ മഞ്ഞൊക്കെ പെയ്യുമ്പോൾ നമ്മുടെ കിളികൾക്കൊന്നും ഫുഡ് കിട്ടത്തില്ല, ഫുഡും വെള്ളമൊന്നും കിട്ടത്തില്ല. കാരണം അവർ കായ്കളൊക്കെ കഴിക്കുന്നതൊക്കെ ഫ്രോസണായി പോയിട്ടുണ്ടാവും, വെള്ളമൊക്കെ ഇതുപോലെ ഫ്രീസായി പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഫുഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തിന് കുറേ കിളികൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് വരും. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ മൊത്തം കിളികളാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിൽക്കണ കാരണമാണ് അവർ വരാത്ത. അല്ലെങ്കിൽ കിളികളും കാക്കകളൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ കുത്തിപ്പറക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അതായത് ഇവിടെ ഒരു റൂമിൽ വന്ന് നിൽക്കണണ്ട, നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ കാരണം എല്ലാ സാധനങ്ങളും എല്ലാ ഫ്രൂട്ടും ഒക്കെ ഫ്രോസണായി പോയി കാണില്ല. പിന്നെ അതുപോലെ പോണ്ടിലെ വെള്ളമൊക്കെ ഫ്രോസണായി കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വെള്ളവും ഫുഡൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ വെച്ച വെള്ളം, ഇന്നലെ വൈകുന്നേരം വെച്ച വെള്ളം ഇങ്ങനെ ആയിപ്പോഴേക്കും കണ്ടോ ഐസായി. ഇനി പുതിയ വെള്ളം വെക്കണം അതിനകത്ത്. നമ്മൾ അകത്ത് വരി കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇതിങ്ങൾ ഈ വെള്ളം കുടിക്കുകയും ഈ നമ്മളിപ്പോൾ കുറച്ച് ബണ്ണൊക്കെ ഇട്ട് കൊടുക്കേണ്ട, അത് തിന്നു കേട്ടോ. നമ്മുടെ പോണ്ടിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടെ മൊത്തം ഒരു ഐസ് പാളിയായിട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഭയങ്കര ഫ്ലഷി പോലെ കിടക്കായിരുന്നു. ഇപ്പോൾ കണ്ടോ മൊത്തം ഐസ് പാളി. എനിക്കത് പൊക്കാൻ പറ്റണില്ല. പക്ഷെ ഇതിന്റെ മേളിൽ കൂടെ തോമാസിനെ കൂടി നടക്കാൻ പറ്റുകയും. അതെ, ബോള് പോണണ്ട, ബോള്